ഏകദേശം അരനൂറ്റാണ്ട് കാലം സാധാരണക്കാർ സ്വപ്നം കണ്ട വാഹനം 1959 ലോകം കീഴടക്കിയ സാമ്രാജ്യത്വ ശക്തി, ലോകത്തിൻ്റെ മനസ്സ് കീഴടക്കിയ വാഹനം, ലോകം മിനി എന്ന ഓമന പേരിട്ട് വിളിച്ച ആ ഒരു വാഹനം പ്രൈസ് റേഞ്ച് കൊണ്ട് ഏതൊരു സാധാരണക്കാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു റേഞ്ചിലായിരുന്നു മിനി കൂപ്പറിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ ഏതൊരു സാധാരണക്കാരനും എത്തിപ്പിടിക്കാൻ പാകത്തിലുള്ള ആ ഒരു മിനിയുടെ ഡിസൈനിൽ 2004 ലോകം നെഞ്ചിലേറ്റിയ സാധാരണക്കാരുടെ ബ്രാൻഡായി മാറിയ മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന ആ ഒരു ഐക്കോണിക് മോഡലിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പിടച്ചു വിടുകയാണ്. യെസ് ഗൈസ്, ഇന്നേ വരെ ഇന്ത്യൻ കണ്ട ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ഹിസ്റ്ററി ആയിരുന്നു പിന്നീട് സ്വിഫ്റ്റ് തീർത്തത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു വാഹനം നൽകുന്ന ലുക്കും അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയും റീസെയിലും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനോടുള്ള ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് കൊണ്ട് മാത്രമാണ് യൂത്തിൻ്റെ ഐക്കോണിക് വാഹനം എന്ന പല റെക്കോർഡുകളും ഈ ഒരു വാഹനം ഭേദിച്ച് 2004 തുടങ്ങിയ ജൈത്രയാത്ര ഇന്ന് ഏകദേശം 2024 എത്തി നിൽക്കുമ്പോൾ ഇന്നും ചരിത്രത്തിൽ സ്വിഫ്റ്റ് പുതിയ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ മാരുതിക്കുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ്, അതായത് ബിൽഡ് ക്വാളിറ്റി പോരാ, അങ്ങനെ പല നെഗറ്റീവുകളുണ്ടെങ്കിലും സ്വിഫ്റ്റിൻ്റെ സെയിൽസ് റെക്കോർഡ് എന്നും മുകളിൽ തന്നെ ആയിരിക്കും. ഇന്ന് നമുക്ക് പുറകിൽ കാണുന്നത് മാരുതി സുസുക്കി ഇന്ത്യയിലേക്ക് ഏറ്റവും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത 2024 പരിഷ്കരിച്ച ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് നമുക്ക് പുറകിൽ കാണുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രൈസ് റേഞ്ചും അതേപോലെ തന്നെ ഈ ഒരു ബേസ് ഓപ്ഷനിൽ മാരുതി സുസുക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സുമാണ്. സാധാരണ നമുക്കറിയാം സ്വിഫ്റ്റ് LX എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വെറും പവർ സ്റ്റിയറിംഗ് AC മാത്രമുള്ള സ്വിഫ്റ്റിനെ ആണെങ്കിൽ ഇപ്പോൾ കാലം മാറി, കാലഘട്ടം മാറി, സ്വിഫ്റ്റും മാറി. കാരണം ഒരു ബേസ് ഓപ്ഷനിൽ തന്നെ 6 എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സാണ് മാരുതി സുസുക്കി 2024 സ്വിഫ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പുറമെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മൈലേജാണ്. അതായത് ഒരു 7 ലക്ഷം രൂപ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു ഹാച്ച് ബാക്ക് വാഹനത്തിൻ്റെയും പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പഴയ സ്വിഫ്റ്റ് വന്നിരുന്നത് 4 സിലിണ്ടർ ആണെങ്കിൽ ഇതിൽ G സീരീസ് എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 സിലിണ്ടറിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഇത്രത്തോളം ഫ്യൂവൽ എഫിഷ്യൻസി നൽകുന്ന ഒരു വാഹനം നമുക്ക് കാണാൻ സാധിക്കില്ല. ഏകദേശം 25.17 കിലോമീറ്ററാണ് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കിന് കമ്പനി അഷ്വർ ചെയ്യുന്ന മൈലേജ്. അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ആധികാരികമായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പോകുന്നത്. നിങ്ങളൊരു സ്വിഫ്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് റിവ്യൂ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിവ്യൂ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത്. ഏകദേശം 14 വർഷത്തോളമായി മാരുതി സുസുക്കിയുടെ സെയിൽസ് ഫീൽഡിൽ ഏകദേശം സ്വിഫ്റ്റിൻ്റെ ഒരു 3 ജനറേഷനോളം സെയിൽ ചെയ്തിട്ട് 1000-ന് മുകളിൽ കാറുകൾ സെയിൽ ചെയ്തിട്ടുള്ള പോപ്പുലറിൻ്റെ എക്സിക്യൂട്ടീവാണ് ഇന്ന് നമ്മുടെ കൂടെ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് നൽകാനുള്ളത്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. പേരെങ്ങനെയായിരുന്നു? അൻഷാദ്. പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അൻഷാദാണ് നമ്മുടെ കൂടെ ഉള്ളത്. അൻഷാദ് ഏകദേശം 1000-ന് മുകളിൽ വാഹനം സെയിൽ ചെയ്തൊരു സെയിൽ റെക്കോർഡ് കൂടി ഇട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഏകദേശം 2010 തുടങ്ങിയ സെയിൽസ് യാത്ര 2024 എത്തി നിൽക്കുന്നു. ഇന്നും അൻഷാദിൻ്റെ സെയിൽസ് യാത്ര തുടങ്ങുന്നു. ഞാൻ നോർമലി സെയിൽസ് ഫീൽഡിൽ ഇത്രത്തോളം വർഷം നീണ്ടു നിൽക്കുന്ന ആളുകളെ കാണാറില്ല. അപ്പോൾ ഇനി നമുക്ക് അൻഷാദ് ഏകദേശം സ്വിഫ്റ്റിൻ്റെ ഒരു 3 ജനറേഷൻ സെയിൽ ചെയ്തിട്ടുണ്ടാവില്ല. 2011 സ്വിഫ്റ്റിൻ്റെ സെക്കൻഡ് ജനറേഷൻ വരുന്നത്. അന്ന് മുതൽ സ്വിഫ്റ്റിൻ്റെ യാത്ര കാണുന്നതും അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് 2024 സ്വിഫ്റ്റിൽ എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങൾ, പഴയതിനെല്ലാം അപേക്ഷിച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് ഏറ്റവും വലിയ. അതായത് പണ്ട് നമുക്ക് ഹാലജൻ ആയിരുന്നു വന്നിരുന്നത്, ആ ഒരു സ്ഥാനത്ത് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കൊടുത്തിട്ട് ഹാലജൻ തന്നെയാണ് വരിക നമുക്ക് ബൾബ്, പക്ഷേ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് പ്രൊജക്റ്റഡ് ആവും. ഹെഡ് ലാമ്പ് പ്രൊജക്റ്റഡ് ആവും. അപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് നമുക്കൊരു പണ്ട് ഫുൾ ഓപ്ഷനിലായിരുന്നു ആ ഒരു ലുക്ക് വന്നിരുന്നത്. ആ ഒരു സ്ഥാനത്ത് LX തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും നോക്കണേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ചെയ്യുന്നത്. LX ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? 758 റേഞ്ചിലാണ് നമുക്ക് പ്രൈസ് വരിക. 758. അതായത് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു 2 വർഷം വാറണ്ടി. 2 വർഷം വാറണ്ടിയോട് കൂടി നിങ്ങൾ സ്വിഫ്റ്റ് LX ഓൺ റോഡ് ഇറക്കണം. ഏകദേശം 7,58,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. ഏകദേശം ഏറ്റവും കുറഞ്ഞ ലോ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് ഇന്ന് സ്വിഫ്റ്റ് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ? നമുക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ സ്കീമുണ്ട്, 100% ലോൺ ഉള്ള സ്കീം. 100% പുതിയ സ്വിഫ്റ്റിന് മാത്രമുള്ള സ്കീം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ ലോണിൽ വണ്ടി കിട്ടും. ഫുൾ ലോണിൽ വണ്ടി കിട്ടും, 0 ഡൗൺ പേയ്മെന്റ്. അതിനെന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ നോക്കുന്ന ഒന്നല്ലെങ്കിൽ IT
അപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ വാഹനം ഇറക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ITRും അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ ട്രാൻസാക്ഷൻ എല്ലാ ആളുകൾക്കും ആ ഒരു ഓപ്ഷൻ അവൈലബിൾ. ഇപ്പോൾ ഒരു നോർമൽ ഒരു സാധാരണക്കാർ, അതായത് സിബിലും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്തൊരു നോർമൽ ഒരാൾ, -1 ഒരാളെ സംബന്ധിച്ച് 95 ചോള ഫിനാൻസിൽ ചെയ്യാവുന്ന. അപ്പോൾ ഓൺ റോഡ് 95 ഫണ്ടിങ്ങിൽ ഇറക്കണേ ഏകദേശം എത്ര ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കി? 60 റുപ്യ, അതായത് 7 ലക്ഷം ഫിനാൻസ് ഇടാവുന്നതാണല്ലേ. അപ്പോൾ നിങ്ങൾ വാഹനം വേണമെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നാൻഷാൻ്റെ കേസിൽ എന്താ വെച്ചാൽ അത്യാവശ്യം ഓഫർ നിങ്ങൾക്ക് വാഹനത്തിൽ ചെയ്തു തരും. അത്യാവശ്യം ഷിഫ്റ്റ് അധികം അല്ലേ, പുതിയ, എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്തൊക്കെയാണ് പഴയ ഷിഫ്റ്റിനെ അപേക്ഷിച്ച്? പ്രധാന ഹൈലൈറ്റ് നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മൈലേജ്. എന്താണ് മൈലേജ് ഒക്കെ കമ്പനി പറയണം? മൈലേജ് നമുക്ക് ഓട്ടോമാറ്റിക് മോഡലിനാകുമ്പോൾ 25.75 ആണ് മൈലേജ് വരിക. 25.75, അഥവാ 3 കിലോമീറ്ററോളം മൈലേജിൽ മാറ്റം വരും. മൈലേജ് കൂടി. അപ്പോൾ എഞ്ചിൻ പോർഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മാരുതി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എഞ്ചിനാണ്. Z സീരീസിലുള്ള എഞ്ചിനാണ്. Z12E എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനാണ് മാരുതി ഉപയോഗിക്കുന്നത്. Z12E. അഥവാ അത് ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ് മാരുതി മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടതും അത് തന്നെയാണ്, ഫ്യൂവൽ എഫിഷ്യൻസി, അതുപോലെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മാക്സിമം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ. ആ രീതിയിലാണ് ഇപ്പോൾ മാരുതി അപ്പോൾ മാരുതിയുടെ ഇപ്പോൾ പൊതുവെ ഒരു നെഗറ്റീവ് ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കാണാം, അതായത് ബിൽഡ് ക്വാളിറ്റി കുറവാണ്, അതാണ് മൈലേജ്. അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്? തിരുത്തി കുറിച്ചുകൊണ്ടുള്ള ഒരു സ്വിഫ്റ്റ് 4 സ്റ്റാർ റേറ്റിംഗിൽ മാരുതിയിൽ ഇപ്പോൾ വരുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഹാച്ച് ബാക്ക്. അതെ, ആ ഒരു നെഗറ്റീവ് കൂടി മാരുതി ഇത് മാറ്റിയിട്ടുണ്ട്. അതായത് സേഫ്റ്റിയുടെ കാര്യം മാരുതി സ്വിഫ്റ്റിൽ അടിമുടി മാറ്റി അല്ലേ. അത് ബിൽഡ് ക്വാളിറ്റിയും കൂട്ടി, അതേപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി, എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം ബേസ് തന്നെ കംപ്ലീറ്റ് മാറ്റം വരുത്തിയിട്ടുണ്ടല്ലേ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ മെയിൻ വന്നൊരു മാറ്റം പറഞ്ഞാൽ എംബ്ലം അല്ലേ. അതായത് നമ്മളൊരു BMW ബെൻസിലേക്ക് വരുന്ന പോലെ മുകളിലേക്ക് മാറ്റില്ലേ. പണ്ട് നമുക്ക് ഇവിടെ ആയിരുന്നു വന്നിരുന്നത് ബാഡ്ജിങ്, ഗ്രില്ല് വൈഡറായിട്ട് ഫ്രണ്ടില് ഗ്രില്ലും, എന്താ പറയുക മറ്റേത് അതെ അതെ സെൻട്രലിൽ ക്രോമ വരുന്നത്, അതിപ്പോൾ ഫ്രണ്ടിൽ ഒന്നുകൂടി വൈഡർ ആക്കിയില്ല, മറ്റേ തിക്കായി വരുന്ന സ്ഥാനത്ത്. പിന്നെ ഈ ഹെഡ് ലാമ്പിൽ വരുന്നൊരു മാറ്റമാണ്. ഇത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ഇതാകുമ്പോൾ ജസ്റ്റ് എക്സ്ട്രാ ഫിറ്റിംഗ് വരുന്നതല്ലേ, നമ്മളെ സ്കേർട്ടിങ്. അപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ ആക്സറി കമ്പനിയിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു ലുക്കാണ് ഈ കാണുന്നത്. പിന്നെ LED ഹെഡ് ലാമ്പ്, അതേപോലെ തന്നെ ഓട്ടോ ഹെഡ് ലാമ്പ് അല്ലേ, ഓട്ടോ. പിന്നെ അതേപോലെ തന്നെ LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്റീരിയറിൽ കാര്യമായിട്ട് എന്തെങ്കിലും പൈനബേസ്റ്റ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് 9 ഇഞ്ചിന്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ആണ് സീരിയോ ആണ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് നമ്മളെ ബലേനോയിലും ഗ്രാൻഡ് വിറ്റാറയിലൊക്കെ വന്നിട്ടുള്ള ബലേനോ ആ ഒരു പ്രീമിയം സെഗ്മെന്റിന്റെ ആ ഒരു ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പ്. പിന്നെ ഡാഷ്ബോർഡിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, ഷേപ്പിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇന്റീരിയർ നോക്കുമ്പോൾ സംസാരിക്കാം. സ്വിഫ്റ്റിന്റെ സൈഡ് പോർഷനിലാണുള്ളത്. സൈഡ് പോർഷനിൽ വന്ന മെയിൻ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത് പറഞ്ഞ സൈഡ് സ്കേർട്ടിങ് ചെയ്തതാണ് എക്സ്ട്രാസറി. അപ്പോൾ എന്താണ് സൈഡ് പോർഷനിൽ മെയിൻ ആയിട്ട് വന്നൊരു മാറ്റം? ഫസ്റ്റ്ലി പറയാനുള്ളത് നമുക്ക് ലൈന്, ഇത് വണ്ടിയുടെ ശരിക്കും വലിപ്പം തന്നെ വ്യത്യാസം, ഒരു മസ്കുലാർ ഡിസൈൻ ഞാൻ ശ്രദ്ധിച്ചു. കാരണം വണ്ടി ഒന്നുകൂടി സൈസ് പഴയതിനെ അപേക്ഷിച്ചുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഡോറ് പഴയത് തുറന്ന ശീലമായിട്ട് അത് മാറി. ഇപ്പോൾ ഡോർ ഹാൻഡിൽ ഈ ഒരു സൈഡിലായിട്ടുണ്ട് അല്ലേ. വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ ഡിസൈനിൽ ചെറിയ രീതിയിലൊരു മാറ്റം മാത്രമാണ്. ശരിക്കും മാരുതി പറഞ്ഞ സിഗ്നേച്ചർ റാപ്പ് അറൗണ്ട് ഡിസൈൻ എന്നാണ് പറയാം. സിഗ്നേച്ചർ റാപ്പ് അറൗണ്ട് ഡിസൈൻ അല്ലേ. ഈ ഡിസൈൻ ശരിക്കും നമുക്ക് ഒരു മസ്കുലർ ഷേപ്പ്, വണ്ടിക്ക് ഷേപ്പാണ് നൽകും. അതെ, കാരണം ഇത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം വണ്ടി പഴയ ഒരു സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ഒന്നുകൂടി ഒരു ജിമ്മിനൊക്കെ പോയ സ്വിഫ്റ്റ് മാതിരിയാണ് ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നത്. ഡുവൽ ടൂൺ അലോയ് തന്നെയാണ് മാരുതി ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് ചെറിയ ഷേപ്പിലുള്ള വ്യത്യാസം മാത്രമാണ് ഇതിൽ വരുത്തിയിട്ടുള്ളത്. അലോയ് വീലല്ലേ, അലോയ് വീല് നോർമലി വരുന്ന ഡുവൽ ടൂൺ തന്നെയാണ്. അപ്പൊ ചെറിയ ഷേപ്പിലുള്ള മാറ്റമാണ്. ടയർ സൈസ് കാര്യങ്ങളൊക്കെ 15 ഇഞ്ചിന്റെ ആ നോർമലി വരുന്നതന്നെ. ഇത് ZXi മുതലല്ലേ മാറ്റം വരുന്നത്? 14 ആ നോർമലി വരുന്ന പോലെ തന്നെ. പിന്നെ ആ VXiയിൽ വേറെ ഇപ്പൊ സ്വിഫ്റ്റിൽ ഏകദേശം എത്ര 5 വേരിയന്റ് അല്ലേ, അതെന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? LXi, VXi ഓപ്ഷണൽ, അത് 5 വേരിയന്റ്. പണ്ട് 4 വേരിയന്റ് വന്നതിനോടത്ത് VXi ഓപ്ഷണൽ കയറി. എന്താണ് ഈ VXi ഓപ്ഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? VXi ഓപ്ഷനിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്. പുഷ് ബട്ടൺ VXiയിൽ വരുന്നുണ്ട്. സ്മാർട്ട് കീ ഉൾപ്പെടെയുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരും. ഒരു VXi പണ്ട് ZXiയിൽ വന്നിരുന്ന പുഷ് ബട്ടൺ സ്മാർട്ട് കീയും VXi ഓപ്ഷണലിൽ വന്നു.
പിന്നെ മിറർ ഫോൾഡ് ചെയ്യാനുള്ള ബട്ടണും കൂടെ വരും. ഔട്ട്സൈഡ് മിറർ ഫോൾഡ് ചെയ്യാനുള്ള ബട്ടണും കൂടെ അഡീഷണൽ ബട്ടൺ കൂടി, അതായത് മിറർ ഫോൾഡിംഗ് ഉള്ള ബട്ടൺ കൂടി VXI തന്നെ വരുന്നുണ്ട് എന്നുള്ള. സുസുക്കി കണക്ട്. പണ്ട് ZXi പ്ലസിൽ വന്നിരുന്ന സുസുക്കി കണക്ട് VXI ഓപ്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വേരിയന്റ് ആണല്ലോ VXI. അതിനെങ്ങനെ ഓൺ റോഡ് പ്രൈസ് 98, അത് വാറണ്ടി എല്ലാം ഉൾപ്പെടെ ഓൺ റോഡ് 898. അതായത് സുസുക്കി കണക്ട് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വാഹനം നമ്മുടെ ഫോണിൽ തന്നെ GPS, അതേപോലെ തന്നെ വെയിലത്ത് അടക്കണ AC ഓൺ ആക്കുക, ലൈറ്റ് ഓൺ ആക്കുക, അങ്ങനെ എല്ലാ ഓപ്ഷനും ജിയോ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ട്രാക്ക് വരെ ചെയ്യുക, ഏത് റേഞ്ച് വരെ ഒരാൾ കൊണ്ടുപോയി എന്നില്ല. അപ്പോൾ അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ VXI ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാരുതി വളരെ മുന്നിലേക്കാണ് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോർഷനിലേക്ക് നോക്കാം. അപ്പം മെയിനായിട്ട് ഇൻറ്റീരിയറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്റീരിയറിൽ ശരിക്കും നമ്മളെ ഇപ്പോൾ ബ്രസേലും എർട്ടിക, അതേപോലെ ഗ്രാൻഡ് വിറ്റാറ, ബലേനോയിലൊക്കെ ഉപയോഗിക്കുന്ന 9 ഇഞ്ചിന്റെ സ്മാർട്ട് പ്ലസ് സ്റ്റീരിയോ ആണ് ഉപയോഗിക്കുന്നത് മാരുതി മെയിനായിട്ട്. പിന്നെ നമുക്കുള്ള വ്യത്യാസം വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഫീച്ചർ ആയിരുന്നു ശരിക്കും. സ്വിഫ്റ്റിൽ കൊടുക്കാത്തൊരു സംഭവമാണ്. നമ്മളെ നെക്സയിൽ വന്നിരുന്ന സംഭവം അത് ഇതിൽ വന്നതും. രണ്ടും സ്റ്റിയറിംഗിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് വരുത്തിയിട്ടൊന്നുമില്ലല്ലോ. നോർമൽ. അതേപോലെ തന്നെ സീറ്റ് പഴയ ഒരു അടിപൊളി സീറ്റ് തന്നെ കൊടുത്തിട്ടില്ലല്ലേ. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് നമുക്ക് ZXi മുതലാണ് വരിക. പ്ലസിലാണ് വരുന്നത്. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഫ്യൂൽ ലിഡ് ഓപ്പണിങ് കാര്യങ്ങളൊന്നും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലല്ലേ. പിന്നെ പുഷ് ബട്ടൺ നമുക്ക് VXI ഓപ്ഷനിൽ തന്നെ കൊടുത്തു എന്നുള്ളതാണ് വേറെ എടുത്ത് പറയേണ്ടത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് നോർമലി വരുന്ന പോലെ തന്നെയാണ് വരുന്നത്, AMT ടെക്നോളജി. പിന്നെ ഇതിൽ 6 എയർ ബാഗ് പറയുന്നത് നമുക്ക് എവിടേക്ക് വരുന്നത്? ഫ്രണ്ട് ഇവിടെ, 2 കർട്ടൻ എയർ ബാഗ്, 2 സീറ്റ് എയർ ബാഗ് അല്ലേ. അപ്പോൾ സീറ്റ് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ റിയറിലേക്ക് വരുമ്പോൾ മെയിൻ മാറ്റങ്ങളാണ്. റിയറിലേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മിനി കൂപ്പറിനെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ വന്നത്. എന്തൊക്കെയാണ് വെച്ചാൽ റിയറിൽ മെയിൻ മാറ്റങ്ങൾ വന്നിട്ടില്ല? റിയറിൽ വ്യത്യാസം വന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെയിൽ ലാമ്പാണ്. അടിപൊളിയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഏറ്റവും എല്ലാവരും മാരുതി സ്വിഫ്റ്റ് എടുത്തിട്ട് ടെയിൽ ലാമ്പ്, ബ്രിട്ടീഷ് ഫ്ലാഗിന്റെ ടെയിൽ ലാമ്പ്, മാരുതി അത് ശരിക്കും ആ ഒരു കൺസെപ്റ്റ് മാരുതി എടുത്തിട്ട് ആ ഒരു രീതിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പാണ്. ഇതെന്താ നോർമലി നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ ആ ഒരു ടെയിൽ ലാമ്പ് കൂടുതൽ ആളുകൾ മാറ്റും, അല്ലെങ്കിൽ ടെയിൽ ലാമ്പ് ഗാർണിഷയിൽ ഒട്ടിക്കും മിനിമം. ഇതിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ അല്ലേ. എന്താ അടിപൊളി ഡിസൈനാണ്. C-ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഇപ്പോൾ അതിൽ വന്നിരുന്നത് അല്ലേ, അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ്. പിന്നെ ഇവിടെ ഈ ഒരു ഡിസൈൻ അല്ലേ, ഇത് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ അവൻ്റെ, അതുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് മഴയൊക്കെ ആയതുകൊണ്ട്. ഈ ഒരു പതി നമുക്ക് അക്ഷരാർത്ഥത്തിൽ ആ ഒരു മിനി കൂപ്പറിന്റെ ആ ഒരു ടച്ചാണ് നൽകുന്നത്. പിന്നെ എന്താണ് മെയിനായിട്ട് ഹൈലൈറ്റ് പറയുന്നത്? ഈ കാണുന്ന സംഭവം ഇത് വൈഡ് ആംഗിൾ ക്യാമറയാണ് ശരിക്കും വരുന്നത്. നോർമലി വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതിന്റെ റിയർ മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഏരിയ ഫുള്ളായിട്ട് അത് 360 കിട്ടുന്ന ഒരു റിയർ 360 ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ വൈഡ് ആയിട്ട് ഫുള്ളായിട്ട് കിട്ടും. വൈഡ് ആംഗിൾ ക്യാമറ എന്നാണ് ഇതിന്. വൈഡ് ആംഗിൾ ക്യാമറ, ഓക്കെ, അതാണ് ഇതിന്റെ അതിൽ 360 ക്യാമറ ഇല്ല എന്നുള്ളൊരു പോരായ്മ ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്കിപ്പോൾ എന്തായാലും ഫ്രണ്ടിലൊന്നും ആവശ്യം വരുന്നില്ല. അപ്പം ഇതിന് ഈ ഒരു വൈഡ് ആംഗിൾ ക്യാമറയിൽ സഹായിക്കുമല്ലേ. ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് 360 കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് കാരണം ഈ ഒരു ടെക്നോളജി മാരുതി ഇൻട്രൊഡ്യൂസ്. പുതിയ സ്വിഫ്റ്റിൻ്റെ ഡ്രൈവിലാണ് നമ്മളുള്ളത്. എങ്ങനെ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്താണ് ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ നമുക്കൊരു മാറ്റങ്ങൾ എടുത്ത് പറയാനുള്ളത്? റിയർക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും റിയർ AC പഴയ വണ്ടിയിലില്ലായിരുന്നു, അത് പുതിയ വണ്ടിയിലാണ് ഇപ്പോൾ ഫുൾ ഓപ്ഷനിലും വരുന്നില്ല ഇതിൽ വന്നത്. പിന്നെ നമുക്ക് USB പോർട്ടും അതേപോലെ C-ടൈപ്പ് ചാർജിങ്, 2 ചാർജിങ് പോർട്ടായിട്ട് വരുന്നുണ്ട് ബാക്കിൽ. അതൊരു പുതിയ സംഭവമാണ്. പിന്നെ നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. എഞ്ചിൻ ഒന്നുകൂടി റിഫൈൻഡ് ആണ്. അതായത് NVH നോയ്സ് വൈബ്രേഷൻ ഹാർനസ് ഫ്രീ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിൽ Z12V. അപ്പോൾ എഞ്ചിൻ വളരെ റിഫൈൻഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് പെർഫോമൻസ് ലിഫ്റ്റിന് ടോർക്ക് പോരാന്നൊക്കെ പറയാനായിട്ട്, പക്ഷെ എനിക്ക് പഴയതിൻ്റെ ആ ഒരു ഫീൽ തന്നെ ഉണ്ട്. ഒന്നുകൂടി സ്മൂത്ത്നെസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഡ്രൈവ് ചെയ്യാൻ. നമ്മളെ റോഡുകളിൽ മാക്സിമം സ്പീഡ് ലിമിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ധാരാളമാണ്. വണ്ടി ഒന്നുകൂടി സൈലന്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും പിന്നെ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ മാന്യമായ രീതിയിൽ തന്നെ ചെയ്ത് തരും കൂടി ചെയ്യും.
അത് നിങ്ങൾക്ക് ഓരോ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അൻഷാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വാഹന വിശേഷമായി കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ്.